വായന തുറന്നുവെക്കുന്ന ജനാലകള് ഷമീർ ബാബു കൊടുവള്ളി. നിങ്ങള് നല്ല ഒരു പുസ്തകം വായിക്കുമ്പോൾ എരീക്കുമ മാന്ത്രികമായ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. -J.K. റൗളിംഗ് ചുറ്റുമുള്ള പല പല കാര്യങ്ങളിലേക്കും ജനാലകള് തുറന്നുവെക്കുന്ന സാധനയാണ് വായന. വിജ്ഞാനം, സ്നേഹം, ജീവിതം, അനുഭവം, വ്യക്തി, സമൂഹം, പ്രകൃതി, യാത്ര, പ്രത്യാശ, ആശയം തുടങ്ങി ചെറുതും വലുതുമായ നാം ആസ്വദിക്കുന്നതും ആസ്വദിക്കാത്തതുമായ ഒത്തിരി കാര്യങ്ങള് ഉള്ളകത്തില് തിരിതെളിയിക്കുന്നു വായന. എന്നാല് വായന നൽകുന്ന ഏറ്റവും വലിയ ഫലം ഭാവനയുടെ പൂവിരിയലാണ്. ഭാവനയുടെ തേരിലേറി ജീവിതത്തെ ത്രസിപ്പിക്കാന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കില് വായനയിലേക്ക് ശിരസ് കുനിച്ചുകൊള്ളട്ടെ. ശരീരത്തിന് വ്യായാമം പോലെയാണ് സ്വത്വത്തിന് വായനയെന്ന് ജോസഫ് അഡിസൺ എഴുതിയിട്ടുണ്ട്. പൂർണ്ണതയാണ് വായനയുടെ മറ്റൊരു ഫലം. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നുവെന്ന് ഫ്രാൻസിസ് ബേക്കണ്. അല്ലേലും വായന പോലെ മറ്റെന്തുണ്ട് ഈ പ്രപഞ്ചത്തില്? കാഴ്ച കണ്ണിന്റെ പ്രക്രിയയാണ്, കേൾവി ചെവിയുടെ പ്രക്രിയയും, മൂക്കിന്റെ പ്രക്രിയ ഗന്ധമാണെങ്കില് നാവിന്റെ പ്രക്രിയയാണ് രുചി. എന്നാല് വായന കാഴ്ചയ്ക്കും കേൾവിക്കും ഗന്ധത്തിനും രുചിക്കും അപ്പുറമുള്ള ഒരു ആത്മീയ കർമ്മമത്രേ. വായനയില് കണ്ണും ചെവിയും മൂക്കും നാവും ഒരുപോലെ പങ്കാളിയാവുന്നു. വായിക്കുമ്പോള് ഒരേ സമയം വായിക്കുന്ന ആശയങ്ങളെ ദർശിക്കുകയും ശ്രവിക്കുകയും മണക്കുകയും രുചിക്കുകയും ചെയ്യാം. ഫലമെന്നോണം ആത്മാവില് പുതിയ ദർശനങ്ങളും വെളിപാടുകളും ഉദിക്കുന്നു. സാഹിത്യവായനയാണ് വായനയിലെ പ്രധാന ഇനം. കഥകളും കവിതകളും നോവലുകളുമില്ലെങ്കില് ജീവിതം വിരസമായേനി. ഭാവനയെ സമ്പന്നമാക്കുന്നതില് സാഹിത്യവായന പോലെ മറ്റൊന്നില്ല. അതുപോലെ സ്വപ്നം കാണാന് പഠിപ്പിക്കുന്നു സാഹിത്യവായന. കസൻസാക്കീസിന്റെ സെന്റ് ഫ്രാൻസിസ് എന്ന നോവലില് ഒരു ശലഭപ്പുഴുവിന്റെ കഥ പറയുന്നുണ്ട്. ശലഭപ്പുഴു സ്വർഗ്ഗ കവാടത്തിൽ ചെന്ന് മുട്ടുന്നു. അപ്പോൾ ഇവിടെ പുഴുക്കൾക്ക് പ്രവേശനമില്ലെന്നായിരുന്നു അകത്തുനിന്ന് ലഭിച്ച മറുപടി. ശലഭപ്പുഴു ഭൂമിയിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് മടങ്ങി പൂർണ്ണശലഭമായി സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചുവരാന്. ശലഭമാവലാണ് ശലഭപ്പുഴുവിന്റെ ദൗത്യം. ശലഭമാവാതെ സ്വർഗ്ഗത്തിൽ ചെന്ന് മുട്ടിയിട്ട് ഫലമില്ല. അതായത് വിതക്കാതെ കൊയ്യാനാവില്ല, നടാതെ തിന്നാനാവില്ല. ആരാണീ ശലഭപ്പുഴു? നമ്മൾ തന്നെ. ശലഭപ്പുഴുവിൽ നിന്ന് ശലഭത്തിലേക്കുള്ള മാറ്റത്തിന് നാം കർമ്മനിരതമാവണം. സ്വർഗ്ഗം സ്വപ്നം കാണണം. അങ്ങനെ പ്രത്യാശ നിറഞ്ഞതാവട്ടെ ജീവിതം. സ്വന്തം ആദർശവും ജീവിതത്തിന്റെ അർത്ഥങ്ങളുമറിയാന് സഹായകമാവുന്ന ആശയവായനയാണ് വായനയിലെ മറ്റൊരിനം. ഈ അർത്ഥത്തില് വിശുദ്ധവേദത്തിന്റെയും തിരുചര്യയുടെയും വായന ജീവിതത്തിന് പുതിയ തെളിച്ചവും ദിശയും നൽകുന്നു. ഇസ്ലാമിലെ ഓരോ പാഠത്തിനും പൊരുളുകളും ലക്ഷ്യങ്ങളുമുണ്ട്. ആഴത്തിലുള്ള വായനയിൽ നിന്നാണ് അത്തരം കാര്യങ്ങള് ഗ്രഹിക്കാനാവുന്നത്. സ്വപരിസരത്തെ അറിഞ്ഞിരിക്കാന് സഹായിക്കുന്ന വായനയും പ്രധാനമാണ്. സമകാലീന ഇന്ത്യയുടെ പ്രധാന പ്രശ്നമാണല്ലോ സംഫാഷിസം. ക്ലാസിക്കല് വംശീയധാരകളായ ജർമ്മനിയിലെ നാസിസത്തെക്കാളും ഇറ്റലിയിലെ ഫാഷിസത്തെക്കാളും അപകടകരമാണ് സംഫാഷിസം. അതിന് ദേശീയവും പ്രത്യയശാസ്ത്രവും പ്രായോഗികവുമായ തലങ്ങളുണ്ട്. ഇന്ത്യന് മണ്ണില് ആഴത്തില് വേരൂന്നിയ വംശീയചിന്തയാണ് സംഫാഷിസം. വായനയ്ക്ക് ഇസ്ലാം വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. വിശുദ്ധവേദത്തില് ആദ്യം അവതരിച്ച 5 സൂക്തങ്ങള് വായനയുടെ പ്രാധാന്യത്തെയാണ് അടിവരയിടുന്നത്. അതില് 2 വായിക്കാന് ആഹ്വാനം ചെയ്യുന്നു. ആവർത്തിച്ചുള്ള വായന, പഠനം, വിജ്ഞാനാന്വേഷണം എന്നിവ ജീവിതത്തിന്റെ ശീലമാവണം. വായനയ്ക്ക് ലഭിച്ച പ്രചോദനമാണ് ഇസ്ലാമിക ചരിത്രത്തിലുടനീളമുള്ള ഗ്രന്ഥശാലകളുടെ പിറവിക്ക് കാരണം. ബാഗ്ദാദിലെയും കൊർദോവയിലെയും ഗ്രന്ഥശാലകള് പുകൾപെറ്റതായിരുന്നു. അബ്ബാസിയ യുഗത്തില് ഖലീഫ ഹാറൂന് റഷീദ് സ്ഥാപിച്ച വിജ്ഞാനസൗധം ബൈത്തുൽ ഹിക്മ പുസ്തകങ്ങളുടെ വലിയൊരു കലവറ തന്നെയായിരുന്നു. ഹീബ്രു, ലാറ്റിന്, അരമായ, സിറിയന്, ഗ്രീക്ക്, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ നിന്ന് അറബി ഭാഷയിലേക്കും അറബി ഭാഷയിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കും അക്കാലത്ത് ധാരാളം കൃതികള് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി.